അവർക്ക് കിട്ടുന്ന ഇവിടുത്തെ വരുമാനം അവരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഒറ്റ ചിന്തയാണ്. പക്ഷേ ഭസ്മത്തൊട്ടിൽ വീഴുന്ന ഒരു രൂപ നാണയം കൊണ്ടൊന്നും തീരുന്നതല്ല പന്തളത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ വികസനവും നവീകരണവും. ഒരുപാട് വരുമാനം വരേണ്ടതാണ്. കിട്ടേണ്ട വരുമാനം കിട്ടാതെ പോവുക, ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുക. ആ പ്രവർത്തനത്തിൻ്റെ ഒരു പരസ്യം കൊണ്ടാണ് ഇവിടെ ഈ ആളുകൾ അന്തരീക്ഷം ഈ പ്രദേശത്ത് ഉണ്ടാക്കിയത് അയ്യപ്പസേവാ സംഘം. നമ്മുടെ ഈ നാടിൻ്റെ വികസനം, നമ്മുടെ ഈ നാടിൻ്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ, അവരുടെ സംരക്ഷണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ കലാപരമായ മേന്മകൾ, പ്രോത്സാഹനങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ നമ്മുടെ അസോസിയേഷൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഋഷി പരമ്പരയ്ക്ക് പളനിയിലേക്ക് കയറുമ്പോൾ തന്നെ വലത് സൈഡിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കാറുണ്ട്. ബ്ലോഗറുടെ ഇരിപ്പിടങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ക്രമീകരിച്ച് കണ്ടുണ്ട്. പക്ഷേ ഇവിടെ പന്തളം കൊട്ടാരം എന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ട്രീറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ അവർക്ക് സ്ഥലവുമില്ല, സൗകര്യവുമില്ല. അതെ, അവർക്ക് ദേവസ്വം ബോർഡ് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. കൊട്ടാരം എന്ന് പറയുന്നില്ല, കുളിച്ച കുളം എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് നാമാവശേഷമാണ്. ഇപ്പം അതിൻ്റെ അവശിഷ്ടമേ ഉള്ളൂ. അധിക പെരുമ സംരക്ഷിക്കേണ്ട ചുമതല ദേവസ്വം ബോർഡിനുണ്ട്. അത് കാണാതെ നടിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇന്ന് എന്തായാലും അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മലനാട് ദേവി ദേവസ്വം ബോർഡിന് പ്രത്യേകമായിട്ടൊരു നിവേദനം നൽകും. അതിനുവേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയലായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. You are watching India's first NGO television, മലനാട് TV ഇന്ത്യ. നമസ്കാരം. മറ്റൊരു മണ്ഡലകാലം എത്തിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ നിൽക്കുന്നത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ മണികണ്ഠൻ ആൽത്തറയ്ക്ക് മുൻപിലാണ്. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള വിവിധ തീർത്ഥാടകർ മണികണ്ഠൻ ആൽത്തറയിലൂടെ പന്തളം കൊട്ടാരത്തിലേക്ക് എത്തി പന്തളം ക്ഷേത്രത്തിലെ അയ്യപ്പനെ വണങ്ങി അവിടുത്തെ തിരുവാഭരണം ദർശിച്ചതിന് ശേഷം ശബരിമലയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പന്തളത്തിനെ സംബന്ധിച്ചിട്ട് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വൃത്തി നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല മറ്റ് ഡെവലപ്മെൻറ്റുകളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അയ്യപ്പ നഗർ ബസ് സ്റ്റോപ്പ്, ഇവിടെ ഒരു അയ്യപ്പ നഗർ റെസിഡൻസി ഉണ്ട്. അതിൻ്റെ അയ്യപ്പ നഗർ ബസ് സ്റ്റോപ്പ് രണ്ട് സൈഡിലും ഇരു കരകളിലുമായിട്ട് അയ്യപ്പ നഗർ ബസ് സ്റ്റോപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാനമുണ്ട്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാനമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ആവശ്യത്തിന് പാർക്കിംഗ് ഫെസിലിറ്റി ഒരുക്കുന്നതിൽ ഇവിടുത്തെ സംഘാടകർ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മണികണ്ഠൻ ആൽത്തറയിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രധാന കവാടം കാണാം. ഈ കവാടത്തിലൂടെയാണ് വാഹനങ്ങളെല്ലാം പന്തളം വലിയ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ പന്തളം വലിയ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അന്നദാന കൗണ്ടർ സ്ഥിതി ചെയ്തിട്ടുണ്ട്. മണ്ഡലകാലത്ത് ഇരുന്നുണ്ട്. 3 നേരം ഉണ്ടോ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഓക്കെ. എന്താ പേരെന്താ? മുരളി. അപ്പോൾ എന്തായാലും ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് 3 നേരം ഭക്ഷണമുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇവിടെ ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കായാലും കേരളത്തിൻ്റെ മറ്റു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കായാലും വിവിധ തരത്തിലുള്ള വെജിറ്റേറിയൻ നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ ഇവിടെ പന്തളത്ത് A1 ഹോട്ടലുണ്ട്. ഈ A1 ഹോട്ടലിൻ്റെ ഉടമയും നമുക്കത് കാണണം. കാരണം പന്തളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന് വളരെ വലിയൊരു പങ്കുണ്ട്. അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് നമ്മൾ കണ്ടു. ഇതും മറ്റൊരു ബസ് സ്റ്റോപ്പാണ്. അയ്യപ്പ നഗർ ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ ആളുകൾക്ക് വരുന്നത് സമാധാനമായിട്ട് മഴയൊന്നും നനയാതെ ഇരുന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അയ്യപ്പ നഗർ എന്ന് പറയുന്ന റെസിഡൻറ്റ് അസോസിയേഷനാണ്. അപ്പോൾ ഹോട്ടൽ A1ലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. 1-2 കാര്യങ്ങൾ A1 ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് സണ്ണി ശ്രീധർ ചേട്ടനാണ്. ഇവിടെ A1 ഹോട്ടൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന A1 ഹോട്ടലിൻ്റെ പശ്ചാത്തലമാണ്. പമ്പയിലും ശബരിമലയിലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തിരക്കും വൃത്തിയും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സണ്ണിച്ചേനെ സംബന്ധിച്ചിട്ട് കുറച്ച് നിഷ്കർഷതയൊക്കെ ഉണ്ട്. ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ആഹാരങ്ങളിൽ ഒരു തരത്തിലുള്ള മായവും കലരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ? അതുപോലെ പിന്നെ എണ്ണയായാലും മറ്റുള്ള കാര്യങ്ങളായാലും കൂടുതൽ നമ്മളൊരു പ്രാവശ്യം ഉപയോഗിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ വടയിടുന്നായാലും ഏതെണ്ണയായാലും അത് വൈകിട്ട് ഡിസ്പോസൽ ചെയ്യുകയാണ്. അതേപോലെ ഏതാണ്ട് 50 വർഷം 60 വർഷത്തോളമായി ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തുന്നു. 50 വർഷമായി. അച്ഛൻ്റെ സമയം തൊട്ടേ ഉള്ളതാണ്. കോവിഡ് സമയത്ത് പോലും നമ്മൾ ചെയ്തിരുന്നു. ആ സമയത്ത് ആൾക്കാർ വന്നില്ല എങ്കിലും ഈ ഹോട്ടൽ
സ്വാമിമാരെ പ്രതീക്ഷിച്ച് നമ്മൾ അന്ന് അത് വർക്ക് ചെയ്തിരുന്നു. അന്നും തുറക്കാതിരുന്നിട്ടില്ല. ഇപ്പോൾ എല്ലാ വർഷവും ഈ സീസൺ സമയത്ത് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ അതായത് തമിഴ്നാട്ടുകാരായാലും കേരളമായാലും ആന്ധ്രയായാലും അവർക്ക് വേണ്ടുന്ന റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ആഹാരം വൃത്തിയുള്ള ഒരു ആംബിയൻസ്, അതായത് ഇത്രയും വൃത്തി എനിക്ക് തോന്നുന്നു പന്തളത്തിന് മൊത്തത്തിലൊരു മാറ്റം വന്നില്ല അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ വന്നതോടുകൂടി. അസോസിയേഷൻ ഏതാണ്ട് 2008 തൊട്ടാണ്, ഏകദേശം ഇപ്പോൾ 16-17 വർഷമാകുന്നു. ഓക്കെ. അസോസിയേഷൻ അന്ന് മുതൽ തന്നെ പന്തളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ അസോസിയേഷൻ അയ്യപ്പ നഗർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് സണ്ണി ചേട്ടൻ. ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അയ്യപ്പ നഗറിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ വക ഒരു നല്ല ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നഗരസഭയുടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? ഈ വർഷമാണ് ഇത് രണ്ടും വന്നത് ഈ വർഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ പന്തളത്തിൻ്റെ ഒരു മുഖച്ഛായ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും എനിക്കൊന്ന് അയ്യപ്പ സേവാ സമിതി എല്ലാം കൂടെ ചേർന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡോട് ശ്രമിച്ചാൽ കുറെ കൂടി നല്ലൊരു മാറ്റം ഉണ്ടാകും. ഇവിടെ ഇപ്പം വരുന്ന ഏകദേശം ശബരിമലയിൽ വരുന്നതിൽ നിന്ന് 20-25% ഭക്തർ വരുന്നുണ്ട്. 80,000 തൊട്ട് 1,00,000 വരെ ഭക്തർ ശബരിമല എത്തുന്നുണ്ട് ഡെയിലി. അതിൽ നിന്ന് 20% എന്ന് പറഞ്ഞാൽ 20,000 25,000 ഭക്തജനങ്ങൾ ഡെയിലി വരുന്നുണ്ട്. അന്യ നാട്ടുകാർ ഇവിടെ എത്തുന്നുണ്ട്. ജനങ്ങൾ കൂടി വരുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റും സൗകര്യമുണ്ട്. ഇപ്പം ഏതൊക്കെ സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്? വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ഉണ്ട്. അതിൽ കൂടുതൽ പ്രാദേശികമായ ഭക്തരെത്തുന്നുണ്ട്. ലേഡീസും എല്ലാം ശബരിമലയിൽ പോകാത്ത സ്ത്രീജനങ്ങൾ അയ്യപ്പനെ കാണാൻ ഇവിടെ എത്താറുണ്ട്. തിരുവാഭരണം കാണാനും എത്താറുണ്ട്. ഏകദേശം അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതായത് 45,000 പേർക്ക് അന്നദാനം ദേവസ്വം ബോർഡും അയ്യപ്പ സംഘവും പന്തളം കൊട്ടാരവും എല്ലാം ചേർന്ന് ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5-6 വർഷമായിട്ടാണ് ഇത് കൂടുതൽ ആയിട്ടുള്ളത്. നേരത്തെ എന്ന് പറഞ്ഞാൽ 6,000, 7,000, 10,000 പേര് വരെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഒരു ഇൻറ്റീരിയർ ടൂറിസം എന്ന നിലയിൽ ശബരിമലയുടെ മൂലസ്ഥാനം അല്ലെങ്കിൽ തിരുവാഭരണം കാണാൻ വേണ്ടി എല്ലാ ഡിപ്പോകളിൽ നിന്നും ഒരു ബസ്സുകൾ വിട്ട് മിക്കവാറും എല്ലായിടത്തും വിടുന്നുണ്ട്. ബസ്സുകൾ വിടുകയും അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സൗകര്യം കുറച്ച് കുറവാണ്. പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെയേറെ തീർച്ചയായിട്ടും. സർ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോവുകയാണെങ്കിൽ അവരുടെ മൂലകഥകളുമായിട്ട് അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജകുടുംബങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മറ്റിപ്പം എസ്പെഷ്യലി നമ്മൾ പളനി പോവുകയാണെങ്കിൽ ബോഗർ സ്വാമിയാണ് പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ അവരുടെ പുലിപ്പാണി എന്ന് പറയുന്ന ഒരു വൈദിക പരമ്പര അവരെ അവിടുത്തെ ദേവസ്വം ബോർഡും പളനി ദേവസ്ഥാനവും കൂടെ സംരക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ രാജപരമ്പരയെ സംരക്ഷിക്കാൻ കാണുമ്പോൾ ലജ്ജ തോന്നാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുപ്പതിയിലായാലും അല്ലെന്നുണ്ട് പളനിയിലായാലും അതിന് ഏകീകൃതമായിട്ട് അതിന് മാത്രമായിട്ടൊരു ഒരു ബോർഡുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡാണ്. ഇതെല്ലാ ക്ഷേത്രങ്ങളെയും പ്രതിനിധിച്ച് അതിനായിട്ട് വേണ്ടിയിട്ടില്ല. പിന്നെ കൊട്ടാരത്തിനൊരു പരിമിതിയുണ്ട്. കൊട്ടാരത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു അപ്പം അവർ വേണ്ട രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഏറ്റവും വലിയ വിഷമമുള്ളത് നമ്മളൊക്കെ ഇപ്പം ഭാഗ്യവാന്മാരാണ്, കാരണം പന്തളത്തിനടുത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല അയ്യപ്പൻ കുളിച്ച ഓടി നടന്ന സ്ഥലം നമുക്ക് എപ്പോഴും പോയി കാണാം. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അതൊരു വലിയ അത്ഭുതമാണ്. പക്ഷേ അവരുടെ ചിന്തകളിൽ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഐതിഹ്യത്തിൽ പറയുന്ന ഗ്ലാമർ ഇന്നത്തെ കൊട്ടാരത്തിനില്ല. അല്ല, കൊട്ടാരം 1000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതല്ലേ. അതിൻ്റെ ഒരു പൗരാണിക അവർ കാത്തു സൂക്ഷിക്കുന്നത്. വലിയ കെട്ടിടങ്ങൾ പണിഞ്ഞ് തിരുവാഭരണമൊക്കെ അതിനകത്തോട്ട് മാറ്റാൻ വേണമെന്നുണ്ട്. പക്ഷേ അല്ല, എന്നാലും ഉള്ളത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിമുഖത കാട്ടുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല. അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പശ്ചാത്തലങ്ങളുണ്ട്. അയ്യപ്പൻ കുളിച്ചു എന്ന് പറയുന്ന കുളം ഇന്ന് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. അതെ, അയ്യപ്പൻ കുളിച്ച കുളമുണ്ട്, പുലിയെ കൊണ്ടുവിട്ട സ്ഥലമുണ്ട്, പുലിക്കുന്ന്. അയ്യപ്പൻ പഠിച്ച സ്ഥലമുണ്ട്, ആയോധന കളരി പഠിച്ച സ്ഥലമുണ്ട്, അയ്യപ്പൻ പഠിച്ചു ഗുരുനാഥൻ മോടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഇന്ത്യയിൽ ഒരു ഭക്തജനങ്ങൾ കാണത്തക്കവണ്ണം അതിനുള്ള അനുസരിച്ച് ബോർഡുകളും പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പന്തളം ശബരിമലയെ പോലെ തന്നെ വളരാവുന്ന ഒരു സ്ഥലമായിട്ട് മാറും. തീർച്ചയായിട്ടും. എന്തായാലും അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പന്തളം ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഇടപെടൽ ശക്തമായിട്ട് പ്രതിഫലിച്ച് കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പുമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റേ അന്നദാനത്തിനൊക്കെ നമ്മുടെ അയ്യപ്പ സേവാ സംഘത്തൊക്കെ സഹകരിക്കുന്നതിനകത്തൊക്കെ അവർ അത് പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്നും ഉണ്ടായാലും ഇത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് വരും കാലങ്ങളിൽ അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം അവലോകന
പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 3ഉം 4ഉം പ്രാവശ്യം അവലോകന യോഗങ്ങൾ നടക്കാറുണ്ട്. ജില്ലാ ഭരണകൂടം നല്ല രീതിയിൽ ഇതിന് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി ഭാഗത്ത് നല്ല മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ ശബരിമലയിൽ നിന്ന് 30 SSകാരെ തരുന്നുണ്ട്. ഒരു വൃത്തിയായിട്ട് അതാണ് പറഞ്ഞത്. ഇപ്പം പമ്പയിലോ ശബരിമലയിലോ സന്നിധാനത്തോ കാണാത്ത ഒരു വൃത്തി പന്തളത്തുണ്ട്. അത് എത്ര മനോഹരമായിട്ടാണ് പന്തളം കീപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കിന്ന് നോക്കിയേ കാണാം. അതുപോലെ തന്നെ പന്തളത്തെത്തുന്ന ഏത് പ്രവാസികളായാലും ഏത് പിന്നെ സംസ്ഥാനത്തു നിന്ന് എത്തുന്നവരെയും കാത്ത് നമുക്ക് ഇത്രയും വലിയൊരു A1 ഹോട്ടൽ, അത് എനിക്ക് തോന്നുന്നു ഇത് തീർത്ഥാടകരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞത് കൂട്ടുകയാണ് 2 മാസത്തെ 41 ദിവസത്തെ ആ ഒരു പിന്നെ അതിനുവേണ്ടി മാത്രം തയ്യാർ ചെയ്തിരിക്കുകയാണ് സണ്ണിച്ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ. സസ്യാഹാരം മാത്രം കൊടുത്തുകൊണ്ടും അതുപോലെ വൃത്തിയുള്ള ആഹാരം, ടേബിളിൽ വയ്ക്കുന്ന ഒരു തുണി പോലും കഴുകി തുടയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത്രത്തോളം വൃത്തി, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു രീതി. പിന്നെ നമ്മളിപ്പോൾ അടുക്കള വരെ കയറി കണ്ടു, അതിനകത്തൊക്കെ 100% നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പോലെയുള്ള ഭക്ഷണം കഴിക്കുകയും ഭഗവാനെ പോയി കാണുമ്പോൾ അവരുടെ മനസ്സും ശരീരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. 2 മാസം മാത്രമാണ് ഇവിടെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് ആഹാരം കഴിച്ചിട്ട് എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലത്ത് എവിടെ? പള്ളിമുഖ. പോയിട്ട് വരുവാണോ പോകാനായിട്ട് പോവാണ് അല്ലേ? പമ്പയിൽ ഇപ്പം പന്തളത്തെ സംബന്ധിച്ച് ഒരു നല്ല വൃത്തിയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പേര്? അതെ. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? സംതൃപ്തിയുണ്ട് അല്ലേ? ഓക്കെ. സ്വാമിക്ക് എങ്ങനെ പറയും? ഓക്കെ, അടിപൊളി. ഓക്കെ, ആദ്യമായിട്ടാണ്. ഓക്കെ. എന്തായാലും പിന്നെ നിങ്ങൾ കൊട്ടാരമൊക്കെ കാണുന്നുണ്ടോ? അതോ പിന്നെ ക്ഷേത്രം കണ്ടു കഴിഞ്ഞു? ഓക്കെ. എന്തായാലും പന്തളത്തെത്തുന്ന തീർത്ഥാടകരുടെ ആ മനസ്സിനകത്ത് അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയരായിട്ടുള്ള പന്തളം രാജകുടുംബമൊക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു പന്തളം രാജകുമാരൻ എന്നൊരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് പോലെ ഉള്ളൊരു കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിലും അത് നമ്മുടെ ചിരപുരാതനമായിട്ടുള്ള കൊട്ടാരത്തിനെ വേണ്ട രീതിയിൽ പരിഗണിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും മെയിൻറ്റെയിൻസ് ചെയ്ത് ഈ വരുന്ന തീർത്ഥാടകർക്ക് കാണാനുള്ള കൗതുക കാഴ്ചകൾ അല്ലെങ്കിൽ ആ പുരാതനമായിട്ടുള്ള ബിംബങ്ങൾ, അവശേഷിപ്പുകൾ കുറേ കൂടി മെയിൻറ്റെയിൻസ് ചെയ്ത് സൂക്ഷിക്കണമെന്നും കൂടെ ആണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ 344ാമത്തെ ശാഖയാണ് പന്തളത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശാഖയുമായി ബന്ധപ്പെട്ട അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഇൻഫർമേഷൻ സെൻ്ററുണ്ട്. ഏകദേശം 9000-ലധികം ശാഖകളിലായിട്ട് ഇന്ത്യയൊട്ടാകെ പരിലസിച്ച് നിൽക്കുന്ന അഖില കേരള അയ്യപ്പ സേവാ സംഘത്തിൻ്റെ 344ാം നമ്പർ ശാഖയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റുണ്ട്, നരേന്ദ്രൻ നായർ. അപ്പോൾ ഇവിടെ നമുക്ക് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ പന്തളത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് എന്തൊക്കെ സേവനങ്ങളാണ് അയ്യപ്പ സേവാ സംഘത്തിൽ നിന്നും എത്തുന്നതെന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ പന്തളത്തെത്തുന്ന തീർത്ഥാടകരെ അയ്യപ്പ സേവാ സംഘം കാത്തിരിക്കുന്നത്? ആദ്യമായിട്ട് പ്രധാനമായിട്ടും 3 നേരം അന്നദാനം കൊടുക്കുന്നുണ്ട്. എന്തായാലും അയ്യപ്പനെ കാണാനായിട്ട് നമ്മുടെ പന്തളം കൊട്ടാരത്തിലും പന്തളം വലിയ ക്ഷേത്രത്തിലും എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വിരിവയ്ക്കാറുണ്ടോ? കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആ സ്ഥലത്തൊക്കെ വിരിവയ്ക്കാറുണ്ട്. ശരിക്കും സാറേ, ഞങ്ങൾ പല പ്രാവശ്യം മലനാട് TV പല പ്രാവശ്യം പന്തളം ഈ പറയുന്ന ഇവിടുത്തെ നിർവഹണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കളക്ട്രേറ്റ് വിളിക്കുന്ന കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പൂർവ്വ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ട്രാഫിക് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗതാഗത പ്രശ്നങ്ങൾ, ഒപ്പം പാർക്കിംഗ് ഫെസിലിറ്റിയുടെ അപര്യാപ്തത, ഇതൊക്കെയാണ് പന്തളത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത്. പുറകിൽ പറഞ്ഞ സ്ഥലമുണ്ട്, അത് പ്രൈവറ്റ് പാർട്ടിയുടെയാണ്. അത് വാടകയ്ക്ക് എടുത്തിട്ട് ആളുകളെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോലീസുകാരുടെ സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഹെഡ് പോസ്റ്റും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കിടക്കാനുള്ള സ്ഥലം കൊടുക്കാറുണ്ട്, ആഹാരം കൊടുക്കാറുണ്ട്. 3 നേരം അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട്. ഡ്യൂട്ടിക്ക് വരുന്ന ആളുകളെല്ലാം കൂടുതൽ ഇവിടെ വന്ന ആഹാരം കഴിക്കുന്നത്. കൊട്ടാരത്തിലുമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ അന്നദാനമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് അവർക്ക് ഈ കഞ്ഞി വസ്ത്രവും കഴിക്കുന്ന താല്പര്യം വൈകിട്ടത്തെ ഉപ്പും നമ്മുടെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പം അവിടുത്തെ ഈ ഐതിഹ്യങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഫാമിലികളെ ആ സംസ്ഥാനം വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ശബരിമല പളനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേൽമുരുകൻ്റെ പിന്നെ ബോഗർ സ്വാമികളുടെ പുലിപ്പാണി എന്ന് പറയുന്ന ഒരു പിന്നെ ഋഷി പരമ്പരയുണ്ട്. ആ ഋഷി പരമ്പരയ്ക്ക് പളനിയിലേക്ക് കയറുമ്പോൾ തന്നെ വലത് സൈഡിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കാറുണ്ട്. ബോഗറുടെ ഇരിപ്പിടങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ക്രമീകരിച്ച് കണ്ടുണ്ട്. പക്ഷേ ഇവിടെ പന്തളം കൊട്ടാരം എന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ട്രീറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ അവർക്ക് സ്ഥലവുമില്ല, സൗകര്യവുമില്ല. അവർക്ക് ദേവസ്വം ബോർഡ് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ദേവസ്വം ബോർഡ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഇവിടെ നമ്മൾ അങ്ങനല്ല. ഇവിടെ പുലിപ്പുറത്ത് അയ്യപ്പൻ വന്ന
അതിൻ്റേതായ ശക്തി ഇവിടെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ശക്തി കൊണ്ട് ഞങ്ങൾക്കൊക്കെ ബുദ്ധി തരുന്ന മണികണ്ഠൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾക്കുള്ളത്. അതെ അതെ അതെ, അങ്ങനെ പ്രവർത്തിച്ചു വരിക. തീർച്ചയായിട്ടും. എന്തായാലും അർഹതപ്പെട്ട ഒരു അംഗീകാരം ഇന്നും ദേവസ്വം ബോർഡിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് പരിഗണന കിട്ടാതെ പന്തളം വെയിറ്റ് ചെയ്യണം. പക്ഷേ കൊട്ടാരം വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ആ കൊട്ടാരം എന്നുള്ള പേരിനനുസരിച്ച് അവർക്ക് ചെയ്യാവുന്ന ഈ വരുമാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ കൊണ്ടുള്ള പ്രയോജനം ഞങ്ങൾക്കുമില്ല, കൊട്ടാരത്തിനുമില്ല, ദേവസ്വം ബോർഡിനും. അതെ അതെ, അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. അവർക്കിതെല്ലാം കണ്ടു കെട്ടു പോകുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും. അല്ല, അവരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൊട്ടാരത്തിനെ പോലെ അത് ട്രീറ്റ് ചെയ്യേണ്ടത് സാർ. ആ രീതിയിലൊരു പിന്നെ ഇപ്പം അയ്യപ്പൻ കുളിച്ച കുളമുണ്ട്, അയ്യപ്പൻ താമസിച്ച മുറിയുണ്ട്, അതിനെയൊക്കെ ആ രീതിയിൽ പരിഗണിക്കണം. അവിടെ എല്ലാം പോച്ചയും പിടിച്ച് കാടും കയറി കിടക്കാം. കൊട്ടാരം എന്ന് പറയത്തില്ല, കുളിച്ച കുളം എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് നാമാവശേഷമാണ്. ഇപ്പം അതിൻ്റെ അവശിഷ്ടമേ ഉള്ളൂ. അതെ അതെ, അതല്ല അതില്ല, അതൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. അതൊക്കെ സംരക്ഷിച്ചാലല്ലേ. ഈ നാലുകെട്ടിൽ കൊട്ടാരം എന്ന് പറയുന്നത് ഐതിഹ്യങ്ങൾ അടങ്ങുന്ന ഒരു ലൈബ്രറിയായിരുന്നു. അതെ അതെ, അതും ഇങ്ങനെ തീർച്ചയായിട്ടും. എന്തായാലും മലനാട് ടിവിക്ക് പറയാനുള്ളത് പന്തളത്തിനെ സംബന്ധിച്ചിട്ട് പമ്പ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ പമ്പയിൽ നിന്ന് തുടങ്ങണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പമ്പയിൽ നിന്ന് തുടങ്ങണമെന്ന് പറയാൻ കാരണം പന്തളം രാജാവിൻ്റെ പ്രതിനിധിയുടെ ഒരു ഇരിപ്പിടം അവിടെ ഉണ്ട്. ഒരു ടോയ്ലറ്റ് പോലെയുള്ള ഒരു സംവിധാനമാണ് സർക്കാർ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് മാറ്റണം. പന്തളത്തിൻ്റെ അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയർ ദുഃഖിതരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഴ്ചകൾ കേരളത്തിൽ സംഭവിക്കും. അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയനാന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ചരിത്രത്തിലും പത്രത്തിലും നമ്മുടെ സംസാരത്തിലും വരുന്നേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അവരെ സംരക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റുമാണ്. അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ യാതൊരു വിധമായ പരിഗണനയും അവർക്ക് കൊടുക്കുന്നില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ എത്തുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സിനുള്ളിൽ രൂഢമൂലമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് അയ്യപ്പനും അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയരും. ഈ തീർത്ഥാടന കാലത്ത് വരുമ്പോൾ മണികണ്ഠനാൽത്തറയും പരിസരത്തും കാണുന്ന ഡെക്കറേഷനും മറ്റു കാര്യങ്ങളും കൊട്ടാരത്തിലുമില്ല, ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു പരസ്യം കൊണ്ടാണ് ഇവിടെ ഈ ആളുകൾ ഉത്സവ അന്തരീക്ഷം ഈ പ്രദേശത്തുണ്ടാക്കിയത് അയ്യപ്പ സേവാ സംഘം. തീർച്ചയായിട്ടും അയ്യപ്പ സേവാ സംഘത്തിന് വളരെയേറെ സത്യസാധ്യത കാണാം. നമുക്കത് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ പന്തളത്തോ അല്ല പമ്പയിലോ ശബരിമലയിലോ പോയാൽ കാണാത്തത്ര വൃത്തി ഇവിടെയുണ്ട്. എല്ലാ രീതിയിലും പന്തളത്തിൻ്റെ ഒരു മുഖച്ഛായ മാറി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. പന്തളത്തിൻ്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ അയ്യപ്പ സേവാ സംഘവും അയ്യപ്പനഗർ കോളനി താമസിക്കുന്നവരും ഒക്കെ ചേർന്ന് ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടെ ആളുകളെ കൊട്ടാരക്കാരായാലും അല്ലാത്ത ആളുകളായാലും ചെയ്യുന്ന വെച്ചാൽ ധനസമ്പാദന മാർഗം. കച്ചവടക്കാർക്ക് സ്ഥലം വാടകയ്ക്കെടുത്തിട്ട് മറിച്ചു കൊടുക്കുക. അതാ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഇവിടുത്തെ ഐതിഹ്യപരമായിട്ടുള്ള മേന്മകൾ അത് ചികഞ്ഞെടുത്ത് അതിനെ അതേപോലെ തന്നെ സംരക്ഷിച്ച് അവിടേക്ക് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുകയാണെങ്കിൽ ഒരുപാട് വരുമാനം അതിലും വരും. ഒരുപാട് വരുമാനം വരേണ്ടതാണ്. കിട്ടേണ്ട വരുമാനം കിട്ടാതെ പോവുക, ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുക. ശരിക്കും അവർക്കൊരു ഗൈഡ് പോലും ഇല്ല. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ശരിക്കും ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വേറെ ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് പുലിക്കുന്നില്, ഒന്ന് ഗുരുനാഥമ്മ അവിടെ ഗുരുകുലം അവിടെ. അവരവിടെ സംരക്ഷിച്ച ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുലിക്കുന്നെന്ന് പറയുന്ന പുലിപ്പുറത്ത് വന്ന ആ വഴിയാണ്. അവിടെ പുലി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവിടെ ഒന്നും ആരും വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവിടെ ഒക്കെ പോവും. അതാ ഞാൻ പറഞ്ഞത്, ഈ ഐതിഹ്യ പെരുമ സംരക്ഷിക്കേണ്ട ചുമതല ദേവസ്വം ബോർഡിനുണ്ട്. അത് കാണാതെ നടിക്കുകയാണ് ദേവസ്വം ബോർഡിൽ നിന്ന്. എന്തായാലും അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മലനാട് ടി വി ദേവസ്വം ബോർഡിന് പ്രത്യേകമായിട്ടൊരു നിവേദനം നൽകും. അതിനുവേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയലായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ പറയാനൊത്തതും അതേപ്പറ്റി തിരക്കാൻ വന്നതിലും മലനാട് ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളുടെ പന്തളം അയ്യപ്പനഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KK ദാമോദരൻ സാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഈ വർഷം വളരെ മാറ്റങ്ങൾ പന്തളത്ത് നമുക്ക് ദൃശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കാഴ്ചയിൽ തന്നെ ഉണ്ട് ആ മാറ്റങ്ങൾ. അത് രണ്ട് ബസ് സ്റ്റോപ്പുകളായിട്ട് അയ്യപ്പനഗറിൻ്റെ സംഭാവനയും നഗരസഭയുടെ സംഭാവനയായിട്ട് രണ്ട് നല്ല ബസ് സ്റ്റോപ്പുകൾ, മാതൃകാപരമായിട്ടുള്ള രണ്ട് ബസ് സ്റ്റോപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ആയുർവേദ ശാലയുടെ കൂടെ ആയുർദാനം അല്ലേ, അവരുടെ കൂടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ബസ് സ്റ്റോപ്പ് ഒരുക്കിയത്. എന്തായാലും പന്തളത്തിന് വലിയൊരു
മാറ്റത്തിലേക്ക് ഉള്ള ചൂടുവെപ്പായിട്ടാണ് അതിനെ കാണുന്നത്. വൃത്തിയുടെ കാര്യത്തിൽ അല്ലേ, ശബരിമലയേക്കാളും ഒരുപക്ഷെ പമ്പയേക്കാളും വൃത്തിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പന്തളത്ത് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനിയും വേണ്ടത് നമുക്ക് ഗതാഗത സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തതയുണ്ട്, അതുപോലെ പാർക്കിംഗ് ഫെസിലിറ്റിയുടെ ഒരു അപര്യാപ്തതയുണ്ട്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയരെ അവഗണിച്ചിട്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും. അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ആ കൊട്ടാരം എന്നുള്ള പേര് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ മെയിൻ്റെനൻസ് അത് സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ചിട്ടയായിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ കൂടുതൽ കാഴ്ചക്കാർ അല്ലെങ്കിൽ തീർത്ഥാടകർ അവിടെ എത്തുകയും വരുമാനം വരികയും ചെയ്യും. അതെ, അതാണ് ഞങ്ങളുടെ സജഷൻ. പന്തളം അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ 2008 പ്രവർത്തനം ആരംഭിച്ച് ദേശവാസികളായ ഇവിടുത്തെ ജനങ്ങൾ രൂപം കൊടുത്ത ഒരു സംഘടനയാണ് അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ. ഇന്നതിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് 2 ബസ് സ്റ്റോപ്പുകൾ എംസി റോഡിൻ്റെ അരികിലായിട്ട് നിർമ്മിക്കുകയും അതിനെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ സണ്ണി ശ്രീധർ വളരെ ശക്തമായി മുന്നോട്ട് വരികയും തരത്തിലുള്ള ഒരു 2 ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദ ഡിസ്പെൻസറി അവരെ കുറേ സഹായങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ മുഴുവൻ അയ്യപ്പനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരും അംഗങ്ങളും ഇതിനു വേണ്ടിയുള്ള സമ്പത്ത് സമാഹരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റും നമ്മുടെ മുനിസിപ്പാലിറ്റിയൊക്കെ നമുക്കിതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതിനുപരി ഈ നാട്ടിലെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാർ അയ്യപ്പ ഭക്തന്മാർ വന്നു പോകുന്ന പ്രദേശമാണ് പന്തളം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള പര്യാപ്തത ഇവിടെ വളരെ വിരളമാണ് എന്നുള്ള സത്യം ഒരുപക്ഷെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും നമ്മുടെ ഈ നാടിൻ്റെ വികസനം, നമ്മുടെ ഈ നാടിൻ്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ, അവരുടെ സംരക്ഷണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ കലാപരമായ മേന്മകൾ, പ്രോത്സാഹനങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ നമ്മുടെ അസോസിയേഷൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രോഗികളെ സന്ദർശിക്കുക, ഭവനങ്ങൾ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ എല്ലാ ക്ഷേമ പരിപാടികളിലും നമ്മൾ പങ്കാളികളാകുക, ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഭരണസമിതിയിൽ തന്നെ യുവാക്കൾക്കായിട്ടുള്ള ഒരു വേദിയുണ്ട്. അതിൻ്റെ കൺവീനറായിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ സൂരജ് സണ്ണിയാണ്. അതുകൂടാതെ രാധാമണി ടീച്ചറാണ് മഹിളാ വിഭാഗത്തിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ എല്ലാ തലത്തിലുമുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടും അതിൻ്റെ പുരോഗമനപരമായിട്ടുള്ള നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ. ഇന്ന് അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് യാതൊരുവിധമായ സംവിധാനങ്ങളും അല്ലെങ്കിൽ പരിപാടികളും നടത്താൻ പറ്റാത്ത തരത്തിലുള്ള പുരോഗതിയാണ് അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷന് പറ്റിയിട്ടുള്ളത്. ഒരുപക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സണ്ണി ശ്രീധർ അദ്ദേഹം വളരെ മുൻകൈയെടുത്താണ് ഓരോ കാര്യങ്ങളിലും ഇതിൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്ത് സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നവരെ ആശ്ലേഷിക്കുന്ന തരത്തിൽ ഒരു പുരസ്കാരദാന ചടങ്ങും ഒക്കെ അതിനകത്ത് അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നതാണെന്ന് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും എല്ലാ വിധത്തിലുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിച്ചതിൽ അയ്യപ്പ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ആവറേജ് പന്തളത്തെ ഈ പ്രാവശ്യത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. പന്തളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നേരത്തെ ഒരു അവലോകന യോഗമായിരുന്നു ഈ കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് വിളിക്കാറുള്ളത് ജില്ലാ ഭരണകൂടം. അപ്പോൾ അങ്ങനെ വിളിക്കാറുള്ള ജില്ലാ ഭരണകൂടം ഇപ്രാവശ്യം 4 തവണയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞപ്പം അതെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും മലനാട് TV സന്നിധാനം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു നിവേദനവുമായിട്ടാണ്. അതിപ്പോൾ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ നൽകും, അതുപോലെ തന്നെ പന്തളം നഗരസഭയ്ക്ക് നൽകും, അതുപോലെ ജില്ലാ ഭരണകൂടത്തിന് നൽകും, ദേവസ്വം ബോർഡിനും സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതിനകത്ത് ഉള്ളടക്കം ഇതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടു പന്തളം രാജകുമാരൻ എന്നാണ് നമ്മുടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യ മനസ്സുകളിലെല്ലാം അയ്യപ്പനെ സംബന്ധിച്ചൊരു ചിത്രമുണ്ട്, ബാല്യകാല ചിത്രം എന്ന് പറഞ്ഞാൽ പന്തളത്ത് വരുമ്പം പന്തളത്തെ രാജകൊട്ടാരത്തിൻ്റെ കുമാരനാണ്. ആ അയ്യപ്പൻ ഓടി നടന്നു എന്ന് പറയുന്ന കൊട്ടാരം ഇന്നും അവശേഷിപ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ
സംരക്ഷിക്കേണ്ട ചുമതല കൊട്ടാര നിവാസികൾക്ക് മാത്രമാണ് എന്നുള്ളൊരു ഭാഗത്താണ് സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡ് നിൽക്കുന്നത്. കാരണം അവർക്ക് കിട്ടുന്ന ഇവിടുത്തെ വരുമാനം അവരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഒറ്റ ചിന്തയാണ്. പക്ഷേ ഭസ്മത്തൊട്ടിൽ വീഴുന്ന ഒരു രൂപ നാണയം കൊണ്ടൊന്നും തീരുന്നതല്ല പന്തളത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ വികസനവും നവീകരണവും അല്ലേ. അപ്പോൾ അതിന് പന്തളത്തെ കൊട്ടാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും പന്തളത്തിൻ്റെയും ഈ പറയുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ സമയത്തും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും ശ്രദ്ധ വരുന്നുണ്ടെങ്കിൽ അതിന് അർഹമായിട്ടുള്ളൊരു പരിഗണന പ്രതിസ്ഥാനീയരായിട്ടുള്ള രാജകുടുംബത്തിന് നൽകണം എന്നുള്ളതാണ് അതിന് ഞങ്ങൾ നൽകുന്ന ആദ്യത്തെ ഒരു നിവേദനം. അതിനർഹമായ രീതിയിൽ ആ ഒരു തിരുശേഷിപ്പുകൾ ചിരപുരാതനമായിട്ടുള്ള അയ്യപ്പനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ 3 സ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞ പുലിക്കുന്ന് അതുപോലെ തന്നെ ഗുരുനാഥ് മോഡി ഒക്കെ നമുക്ക് ഐതിഹ്യങ്ങളിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ടൊരു പിന്നെ ഇവിടെ നിന്നൊരു സർക്കുലർ ബസ് സർവീസ് KSRTCക്ക് ആരംഭിക്കാം. തീർത്ഥാടകരെ ഇവിടെ വരുമ്പോൾ അവരെ കൊണ്ടുപോയി ചുറ്റി വരുന്ന ഒരു സർക്കുലർ ബസ് സർവീസ് ആരംഭിക്കാം. അതുപോലെ തന്നെ അതേപോലെ ചെങ്ങന്നൂന്ന് ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴി വന്നു പോവുകയോടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മഹാതീർത്ഥാടന കേന്ദ്രം തീർച്ചയായിട്ടും ഒരു രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുകൂടിയാണ് നമ്മുടെ അയോധ്യയെ പോലെ. അതെ, അയോധ്യയെ പോലെ അത്രത്തോളം വാല്യൂ പന്തളത്തിലുണ്ട്. കേന്ദ്ര സർക്കാരുടെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു അയോധ്യയെ പോലെ തീർത്ഥാടന കേന്ദ്രമാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം ഇന്ത്യയൊട്ടാകെ 9,000-ലധികം ശാഖകളിലായിട്ട് വികസിച്ചിരിക്കുന്ന അയ്യപ്പ സേവാ സംഘമാണ് ഇവിടെ മുൻനിരയിൽ നിൽക്കുന്നത്. ഇവിടെ മുന്നല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതെ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ അയ്യപ്പ നഗർ അസോസിയേഷനുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളോടൊപ്പം തന്നെ നിവേദനത്തിൽ പങ്കാളികളാകണം. തീർച്ചയായും നമുക്ക് ഒരു വലിയ മാറ്റം ഞങ്ങളുടെ ഈ ഒരു റിപ്പോർട്ടിങ്ങിലൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ അതുണ്ടാവും തീർച്ചയായിട്ടും. കാരണം മലനാട് രവിയാണ് ആദ്യമായിട്ട് അല്ലേ പന്തളത്തിൽ നിന്നൊരു ലൈവ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്തത്. പമ്പ ചാനൽ മണ്ഡലത്തെ പറ്റി അതിൻ്റെ അനുസരിച്ചുള്ള വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ തീർച്ചയായും. കഴിഞ്ഞ് കുറച്ച് നാളായി ഈ മലനാട് TV ഒന്നും ശ്രദ്ധിക്കാതെ തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മളിനി പന്തളത്തിന് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കാനൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതെ അതെ ഓക്കെ. എന്തായാലും ഓട്ടോമാറ്റിക്കലി ഇത്രയും ഡെവലപ്പായി ഒത്തിരി ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് 2 പ്രോബ്ലമാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം, അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം. അമ്യൂണിറ്റീസിൻ്റെ അഭാവമുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു ശതമാനം ആളുകൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് സ്റ്റേ ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ് അമ്യൂണിറ്റീസിൻ്റെ അഭാവം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അന്യ സ്റ്റേറ്റുകൾ ഇൻഫർമേഷൻ ഈ സീസണ് മുമ്പായി കൊടുത്ത അതും വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗൈഡിൻ്റെ അഭാവമുണ്ട് അല്ലേ. ഇപ്പം ഇവിടെ വരുന്നവർക്ക് അവർ തന്നെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെയും ഗൈഡിൻ്റെയും അഭാവമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. എന്തായാലും കുറേ കൂടി ശ്രദ്ധ കൈവന്നാൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പന്തളം മാറുമെന്നുള്ളത് സംശയമില്ല. സന്തോഷമുണ്ട്. തീർച്ചയായും സന്തോഷം. ഓക്കെ. You are watching India's first NGO television, Malanadu TV India.